ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറെ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ, ഓക്കെ, ഇന്ന് ബ്രേക്കപ്പും ഡിവോഴ്സ് ഒക്കെ സംഭവിക്കാൻ ഇങ്ങനെ അത് മതി അല്ലേ? ജീവയും അപർണയും ഡിവോഴ്സ് ആയി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത്. അത് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, ജീവയും അപർണയെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ്. അതായത് ഏത് പ്രോഗ്രാം വന്നാലും അവര് ജീവ ആങ്കറാണ്, അതുപോലെ സിനിമാ നടനാണ്, അതുപോലെ എന്താണ് എല്ലാ വേദികളിലും തന്നെ ഇന്റർവ്യൂകളിലും എല്ലാം നമുക്ക് എന്നും കാണാൻ പറ്റുന്ന ഒരു ജോഡികൾ തന്നെയായിരുന്നു ഈ അപർണയും ജീവയും. അവർ വളരെ എന്താണ് എല്ലാവർക്കും അവരെ ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരാണ്. പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും തന്നെ അവരെ വളരെ ഇഷ്ടമായിട്ടുള്ള ഓരോ വീഡിയോസുകളാണ് അല്ലെങ്കിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. വർഷങ്ങളോളമായി നമുക്ക് എല്ലാവർക്കും അവരെ ഏറെ ഇഷ്ടമായിരുന്നു. ആ ജോഡികളാണ് ഇപ്പോൾ 11 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഡിവോഴ്സായി രണ്ടുപേര് സെപ്പറേറ്റ് ആയിട്ട് ആയി എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ജീവയുടെയും അതുപോലെ അപർണയുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ രണ്ടുപേരും അവരുടെ പോസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്, തങ്ങൾ ഡിവോഴ്സ് ആയി, തങ്ങൾക്ക് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ തങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും തങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണെന്നാണ് രണ്ടുപേരുടെയും പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ഇവരുടെ പ്രേമ വിവാഹമായിരുന്നു. 11 വർഷമായി ഇവര് ഓരോ സ്റ്റേജ് പ്രോഗ്രാമിലും ഭാര്യാഭർത്താക്കന്മാരായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വളരെ വളരെ നല്ല ജോഡികളായിട്ടുള്ള ഒരു കപ്പിളായിട്ട് നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഓരോ പ്രോഗ്രാമിൽ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പൂച്ചു വിലങ്ങുകളൊന്നും ഇല്ലാതെ വിവാഹം കഴിഞ്ഞിട്ടും അവർ സ്വാതന്ത്ര്യമായിട്ട് തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തങ്ങളുടെ വേഷവിധാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിൽ കൂടിയാണെങ്കിലും വിവാഹം കഴിച്ചു എന്നുള്ള ഒരു ഡൗൺ ആകാതെ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കാതെ അവർ രണ്ടുപേരും ഓരോ സ്റ്റേജ് പ്രോഗ്രാമിൽ കൂടിയും കടന്നു വന്നതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സിനെ കുറിച്ച് കേട്ടപ്പോൾ വളരെയധികം നമുക്ക് ഇവരിൽ എന്താണ് സംഭവിച്ചത്, ഇവരുടെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ വളരെ സന്തോഷകരമായിട്ടുള്ള വീഡിയോ ഇട്ട് 6 മാസം മുമ്പ് വരെ വളരെ സന്തോഷകരമായിട്ട് ഇവരെ കണ്ടതാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് ഓരോ സ്റ്റേജ് പ്രോഗ്രാമിൽ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീടുള്ള വിഷയം എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ഇവര് തന്നെ വന്ന് അവരുടെ പോസ്റ്റ്, അതായത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലായിട്ട് അവരിട്ടിരിക്കുകയാണ് തങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ള ഒരു ഇതാണ് കണ്ടിരിക്കുന്നത്. ഇവർക്ക് കുട്ടികളില്ല. അപ്പോൾ ഈ മീഡിയക്കാരൊക്കെ ഓരോ ആൾക്കാരും ഇങ്ങനെ കുട്ടികളില്ല എന്താണ് എന്നൊക്കെയുള്ള രീതി ചോദിക്കുമ്പോൾ ഇവരൊക്കെ അപ്പോഴും വളരെ ഷാർട്ടായ മറുപടി കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ അത് ഞങ്ങൾക്കിപ്പോൾ വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ തങ്ങൾക്ക് വേണ്ട, ഇങ്ങോട്ട് നിങ്ങൾ ചോദിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ജീവ വളരെ സുന്ദരനായിട്ടുള്ള ഒരു ആളാണ് ഈ ജീവ. അപ്പോൾ ആ ജീവയ്ക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കൾ, ഒരുപാട് കമന്റ്സുകൾ, അതുപോലെ ആരാധകര് ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പെൺ സുഹൃത്തുക്കൾ ജീവിക്കുണ്ട് എന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ അപർണ വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയാലും അവർ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരുടെ ഒരു പ്രസന്റേഷനിലാണെങ്കിലും അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ, അതായത് അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അവർക്ക് വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അവർ വന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പൊ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയത്തിന്റെ ഒരു നിഴലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഇവര്. അതായത് അവരവര് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ഇടുന്നു, രണ്ടുപേരെ ഒന്നിച്ച് കാണുന്നില്ല. അതുപോലെ ഈ അപർണ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് എന്തായാലും ഇവരുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഓരോരുത്തരും തങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി മനസമാധാനത്തോടു കൂടിയും ജീവിക്കാനാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവർ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് വളരെയധികം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.